ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ അച്ചാർ ഇടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഇടുന്നത് നോക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറിയ പീസുകളാക്കി നുറുക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം മസാല പുരട്ടിയ ചിക്കൻ നമുക്ക് കുറേശ്ശെ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ ഫ്രൈ ആക്കിയാൽ മതി. ഞാനതെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഈ ഒരു അളവിനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് അളവിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് അച്ചാർ ഇടുന്നത്. പാത്രം മാറ്റിയതിന് ശേഷം ഓയിൽ തെളിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനാവശ്യത്തിൽ കടുകിട്ട് പൊട്ടിക്കുക. ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യം ചേർക്കുന്നത്. ഇഞ്ചി പകുതി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ ഇനി വിനെഗർ ഒഴിച്ചു കൊടുക്കുക. 90% ആൾക്കാരും ഈ ചിക്കൻ അച്ചാറിട്ട് കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ തന്നെ ആരും ചിക്കൻ അച്ചാർ കഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ അച്ചാർ ഇടുമോ എന്നാണ് ചോദിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ചിക്കൻ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.